വൈക്കത്തഷ്ടമി നാളിൽ നടന്ന അഷ്ടമി വിളക്ക് ആയിരക്കണക്കിന് ഭക്തരെ ആനന്ദ നിർവൃതിയിലാക്കി. ഗജവീരൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ വൈക്കത്തപ്പന്റെ തങ്കത്തിടംപേറ്റി. അത്താഴപുഷ്ടിയുമായി ഉപവാസത്തോടെ പുത്രനെ പ്രതീക്ഷിച്ച് കാത്തുനിൽക്കുന്ന പിതാവായ വൈക്കത്തപ്പൻ അഷ്ടമി നാളിലെ ഒരു പൂജയെങ്കിലും പൂർത്തിയാക്കണമെന്ന വിചാരത്തോടെ പുറത്തേക്ക് എഴുന്നള്ളി. ഗജവീരൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ വൈക്കത്തപ്പന്റെ തങ്കത്തിടംപേറ്റി. ആർഭാടങ്ങളും വാദ്യമേളങ്ങളുമില്ലാതെ ഭഗവാന്റെ എഴുന്നള്ളിപ്പ് കിഴക്കേ ആനപ്പന്തലിലെത്തിയതോടെ അസുര നിഗ്രഹത്തിനു ശേഷം കൂട്ടമ്മേൽ ഭഗവതിയോടൊപ്പം ഉദയനാപുരത്തപ്പന്റെ രാജകീയ പ്രൗഢിയാർന്ന എഴുന്നള്ളിപ്പ് വൈക്കം ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു. പല്ലാട്ട് ബ്രഹ്മദത്തൻ ഉദയനാപുരത്തപ്പന്റെ തിടംപേറ്റി. വിജയശ്രീലാളിതനായി വരുന്ന ഉദയനാപുരത്തപ്പനും മറ്റ് ദേവീദേവന്മാർക്കും നിറദീപവും നിറപറയും ഒരുക്കിയാണ് വരവേറ്റത്. മുത്തേടത്തുകാവ് ഭഗവതിയെ എതിരേൽക്കുന്നതിനായി തെക്കേ നടയിൽ അലങ്കാരപ്പന്തൽ ഒരുക്കിയിരുന്നു. മുത്തേടത്തുകാവ് ക്ഷേത്രത്തിലെ വർണ്ണപ്പകിട്ടാർന്ന എഴുന്നള്ളിപ്പുകളും വൈക്കം ക്ഷേത്രത്തിലേക്ക് വടക്ക് ഭാഗത്ത് വെച്ച് ഉദയനാപുരത്തെ എഴുന്നള്ളിപ്പിനോടൊപ്പം ചേർന്ന് വൈക്കത്തപ്പൻ നിൽക്കുന്ന കിഴക്കേ ആനപ്പന്തലിലേക്ക് എഴുന്നള്ളി. പിതാവായ വൈക്കത്തപ്പൻ തന്റെ സ്ഥാനം പുത്രനായ ഉദയനാപുരത്തപ്പന് നൽകി അനുഗ്രഹിച്ച മുഹൂർത്തം. അവകാശിയായ കറുകയിൽ കുടുംബത്തിലെ കാരണവരായ കിടങ്ങൂർ കൊച്ചുമഠത്തിൽ ഗോപാലൻ നായർ പല്ലക്കിലെത്തി സ്വർണ്ണച്ചെത്തിപ്പൂ കാണിക്കയർപ്പിച്ചു. യാത്രയപ്പിനു ശേഷം വിടപറയൽ ചടങ്ങും നടന്നു. ഈ സമയത്ത് വിഷാദരാഗം നാദസ്വരത്തിൽ ആലപിക്കുന്നത് കണ്ട ഭക്തരുടെ കണ്ണുകളും ഈറനായി. അടക്കിപ്പിടിച്ച വികാരവായ്പോടെ വൈക്കത്തപ്പൻ ശ്രീകോവിലിലേക്ക് എഴുന്നള്ളുമ്പോൾ ഭഗവാന്റെ ദുഃഖം ഏറ്റുവാങ്ങി ഗോപുരമിറങ്ങിപ്പോകുന്ന ഭക്തർ അടുത്ത അഷ്ടമിക്കായി കാത്തിരിപ്പോടെ മടങ്ങി. അഷ്ടമി ദിനത്തിലെ പൂജകൾ പൂർത്തിയാക്കുന്ന അവസരത്തിൽ പള്ളിവേട്ടയും പള്ളിക്കുറുപ്പും നടന്നു. പശുക്കിടാവിന്റെ കരച്ചിൽ കേട്ട് ഉണർന്ന ഭഗവാന് താന്ത്രിക ആചാരപ്രകാരം അഭിഷേകം നടത്തി ശ്രീകോവിലേക്ക് എഴുന്നള്ളിച്ചു. ഇന്ന് വൈകിട്ട് ആറാട്ടെഴുന്നള്ളിപ്പും തുടർന്ന് രാത്രി ഉദയനാപുരം ക്ഷേത്രത്തിൽ കോടിപ്പൂജ വിളക്കും നടക്കും. i4u ന്യൂസ് വൈക്കം.